ആ ഇവിടെ സൈൻ ചെയ്. താങ്ക് യു. എന്താ കൃഷ്ണ പതിവില്ലാതെ ഇവിടെ? സാധാരണ ഈ വഴിയിലോട്ട് കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു മിനിറ്റ്. മാലിനി അവളുടെ പുറകെ വന്നതാ. ആന്റണി സാർ, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. ദയവ് ചെയ്ത് എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണെന്നൊന്ന് പറയൂ, പിന്നെ പറഞ്ഞാ മതി. നീ ഇതെന്താ സംസാരിക്കുന്നത് ആന്റണി സാർ? പ്രണയം മനസ്സിലായില്ലേ? എക്സ്ക്യൂസ് മീ, കൃഷ്ണനെ അറിയാവോ നിനക്ക്? BSc കെമിസ്ട്രിക്ക് പഠിക്കുന്ന. അറിയില്ല. അവനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞേ. തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. മാലിനി ഒരു നിമിഷം. കൃഷ്ണൻ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. എന്താ മാലിനി? കൃഷ്ണ സോറി മാലിനി, കൃഷ്ണന് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. എടാ, എന്തുമാത്രം ദേഷ്യം വന്നെന്നോ. പോകുന്ന വഴിക്കെല്ലാം കൃഷ്ണനെ നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഓരോരുത്തരായി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരാഴ്ച മുഴുവനും. ഞാനീ പറയുന്ന കൃഷ്ണനെ ഒട്ട് കണ്ടിട്ടുമില്ല. ഡാഡിയെ പറ്റി പറയുമ്പോഴൊക്കെ അമ്മയുടെ കണ്ണിൽ ഞാൻ ആ പ്രണയം കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ ആരാ? BSc കെമിസ്ട്രി ഫൈനൽ ഇയർ. കൃഷ്ണനല്ലേ? ഇവിടെ തന്നെ ഇരിക്കണം, എങ്ങോട്ടും പോകല്ലേ, ഇവിടെ തന്നെ ഇരുന്നോണം. ഇപ്പൊ വരുവേ. പക്ഷെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ദേഷ്യം എല്ലാം പോയി. നിന്റെ അച്ഛൻ എത്ര ഹാൻസം ആയിരുന്നെന്നറിയോ? ഇപ്പോഴും അങ്ങനെ തന്നെ, ഒട്ടും കുറവില്ല. He just swept me off my feet. അത് കലക്കി. ഒരു നിമിഷം കൊണ്ട്. ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. ഞാനിത് പറഞ്ഞേ തീരൂ. നീ അതിസുന്ദരിയാണ്. ഇവിടെയുള്ള ആരും ഇത്രയ്ക്ക് അഴക്, ഇത്രയും സുന്ദരിയെ കണ്ടിട്ടുണ്ടാവില്ല. ആൻഡ് ഐ എം ഇൻ ലവ് വിത്ത് യു. ആൻഡ് കോളേജ് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വരുമ്പോൾ ആ രാത്രി പ്രണയം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അമ്മയെ ആദ്യമായി കാണുമ്പോൾ ഡാഡിക്ക് എന്ത് ഫീലിംഗ് ആണ് തോന്നിയിരിക്കുക എന്ന് ഞാൻ ഊഹിച്ചു. അവളെ കണ്ട ആ നിമിഷം എനിക്ക് അമ്മയുടെ ഓർമ്മയാണ് വന്നത്. ഡാഡി, മോനെ സൂര്യ. അമ്മേ, ലോകത്തേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരി അമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അമ്മയെ വെല്ലാൻ ഒരുത്തി വന്നിരിക്കുന്നു. അമ്മേ, ടിക്കറ്റ് പ്ലീസ്. സാറേ, തിരുവനന്തപുരം എത്ര മണിക്ക് എത്തും? 6:30 എത്തും. ഓക്കെ സാർ. ടിക്കറ്റ് പ്ലീസ്. മാനം പോയി.
Oh my God, what a woman. Oh. ഹായ്. Hi. Hello. I am Meghna. Hi Meghna, I am Surya. REC തൃശ്ശൂർ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാ. REC തൃശ്ശൂർ. അയ്യോ, ഒരേ സ്ഥലത്ത് 4 വർഷം പഠിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലെന്നോ? നീ എന്ത് ചെയ്യായിരുന്നടാ സൂര്യ? ഞാൻ മൂകാംബിക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ എക്സാംസ് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യുന്ന തോന്നുന്നത്. റിസൾട്ട് വന്നാലേ അറിയൂ. ബുക്സ് എല്ലാം കളയാതെ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്കാ പോകുന്നത്. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്റെ കോളേജില് കൾച്ചറൽസിന് വന്നിട്ടുണ്ടായിരുന്നു. യു വൺ ഫസ്റ്റ് പ്രൈസ് ടു ലൈറ്റ് മ്യൂസിക്. യു ആർ എ ഗിറ്റാറിസ്റ്റ്. ഗിറ്റാറിസ്റ്റ്. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ അത്? ഒന്നുമില്ല. ഇങ്ങനെ കാണിക്കുന്നു. ശ്വാസം മുട്ടുന്നുണ്ടോ? അതെ. യു നീഡ് എ ഡോക്ടർ? നോ. നിങ്ങൾ കാരണമാണ് ഈ ശ്വാസം മുട്ടൽ. പ്രേമിക്കാൻ ട്രൈ ചെയ്യല്ലേ? ശരിക്കും സത്യമായിട്ട് ശ്വാസം മുട്ടുന്നു. ആൻഡ് ഐ ഡോണ്ട് നീഡ് എ ഡോക്ടർ. ഐ നീഡ് സം ഓക്സിജൻ. അയ്യോ, എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കിട്ടിയോ ഓക്സിജൻ? സിഗരറ്റ് അല്ലേ? നോ ഐ ഡോണ്ട് സ്മോക്ക്. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഡാഡി അമ്മയെ കണ്ടപ്പോ തന്നെ പ്രണയം വെളിപ്പെടുത്തിയില്ലേ? അത് മാത്രമാണ് അപ്പോ എന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇഷ്ടമാണെന്ന് പറയടാ. യു ലൈക്ക് പറഞ്ഞു. നിന്റെ അമ്മയെ കണ്ടോടനെ എനിക്ക് അങ്ങനെ തോന്നി. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹർ ദ മിനിറ്റ് ഐ സോ ഹർ. അതിനുശേഷമല്ലേ ഞാൻ റിയലൈസ് ചെയ്തത് ഇറ്റ് വാസ് ലസ്റ്റ്. സോറി ഡാർലിംഗ്. I have fallen in love with you, Meghna. Hey, എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ടും നിന്നെ കണ്ടപ്പോൾ തന്നെ ഒരു പൗണ്ടിങ് ഹാർട്ട് ബീറ്റ്. ഇളയരാജ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വെൽ ഡ്രസ്ഡ് ഡാൻസേഴ്സ്. ഗോഡ് ഫാദർ ബുക്ക് വായിച്ചിരുന്നോ? അതിൽ വരുന്ന തണ്ടർ ബോൾട്ട്. എന്റെ ഡാഡി അമ്മയെ കണ്ടപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഒരു സെക്കൻഡിൽ. I'm in love with you, Meghna. ഒരു മിനിറ്റ്, just 1 second. No. ഇങ്ങനെയൊന്നും ഞാൻ ബിഹേവ് ചെയ്തിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഗട്ട്സ് എനിക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ലെറ്റ് യു ഗോ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞേ തീരൂ. ഐ ആം ഇൻ ലവ് വിത്ത് യു. ഇപ്പൊ എന്നിൽ നിന്നും എന്ത് മറുപടിയാ വേണ്ടത്? എനിക്ക് കണ്ട ഉടനെ തന്നെ പ്രേമിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. നിന്നെ കാണാൻ സുന്ദരനാണ്.
നീ കാണിക്കുന്ന കുസൃതിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്നെ മുൻപ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് സംസാരിച്ചേ. പക്ഷേ പ്രേമം വേണ്ട. അതിനുവേണ്ടി സംസാരിക്കണം, ഇടപെടുകയും ചെയ്യണം. അന്യോന്യം മനസ്സിലാക്കണം. എനിക്ക് സംസാരിക്കാം, ഇടപഴകാമല്ലോ അല്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരി, ഓക്കെ, ഫൈൻ, മനസ്സിലായി. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ആൻസർ വേണം. നിന്റെ കല്യാണം കഴിഞ്ഞോ? നോ. മുറച്ചെറുക്കൻ എൻഗേജ്മെന്റ്? നോ. നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഇല്ല. അത് മതി. നീ എവിടെ പോയാലും ഞാൻ തേടി വരും. ഐ വിൽ കം ഇൻ ടു യുവർ ലൈഫ് മേഘ്ന, ആൻഡ് ഐ വിൽ സ്വീപ്പ് യു ഓഫ് യുവർ ഫീറ്റ്. Yeah, we'll see. We'll see. പോയി കിടന്നോളൂ. നിന്നെ ഞാൻ കുറേ നേരം ശല്യം ചെയ്തു. ഐ എം സോറി. അവള് വേറെന്ത് മറുപടി പറയാനാ? എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ പ്രണയം അറിയിച്ചു. ഐ വാസ് ക്രേസി ഇൻ ലവ്. ഇവിടെ എന്ത് ചെയ്യുക? ഞാൻ വരുമെന്ന് പറഞ്ഞല്ലേ. ഓ, ഇതോ? പേടിക്കണ്ട, ഞാൻ പാടാനൊന്നും പോകുന്നില്ല. നീ എന്നെ മറന്നാലോന്ന് വെച്ച്, അതുകൊണ്ടാ. പെട്ടെന്ന് ഓർമ്മ വരാൻ ഗിറ്റാർ, അതേ ടീഷർട്ട്, ജീൻസ്. കുറച്ച് ഓവറായല്ലേ? വേറെ ആരെങ്കിലും കതവ് തുറന്നായിരുന്നെങ്കിലോ? അച്ഛന് തൊട്ട് ഇഷ്ടമല്ല കേട്ടോ. അത് ശരിയല്ലേ, അച്ഛനാണെങ്കിൽ അങ്ങനെ ആവണം. പക്ഷേ ഇപ്പോഴദ്ദേഹം വീട്ടിലില്ലെന്ന് എനിക്കറിയാം. അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുന്ന ഞാൻ കണ്ടു. വീട്ടില് വേറെ ആരും ഇല്ലല്ലോ? ചേട്ടൻ ഇല്ലല്ലോ? അയ്യോ, അങ്ങനെ ചിരിക്കല്ലേ മേഘന. നീ മറന്നു കാണുമെന്ന് വിചാരിച്ചു. റിയലി, വീണ്ടും ഞാൻ നിന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്താ വേണ്ടേ? സംസാരിക്കണം, ഇടപഴകണം അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഒന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. Can I take you out? Dinner? Breakfast? Coffee? Lunch? Tea? Dinner? നാളെ നോ. പ്ലീസ്. ഇപ്പൊ അതിന് സാധിക്കില്ല. നാളെ പറ്റുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും സാധിക്കില്ല. ഒരുപാട് ജോലിയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ലീവിങ് ഔട്ട് ഓഫ് ടൗൺ. പിന്നെ അത്ര പെട്ടെന്നൊന്നും പുറത്തന്നെ കാണാൻ കഴിയില്ല. അച്ഛൻ സ്ട്രിക്റ്റ് ആണ്. ഔട്ട് ഓഫ് ടൗൺ പോവാന്ന് പറഞ്ഞില്ലേ? കൊച്ചിയിലേക്കാ? അമേരിക്ക. എന്ത്? അമേരിക്കയോ? ഹോ, ചുമ്മാ ഹോളിഡേ? അല്ല, പഠിക്കാൻ പോവാ. MS കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. MS? ഏത്? ഈ 2 വർഷം പഠിപ്പിക്കുന്നതോ? അതാണോ? ഓ, ഹേയ്, ഇപ്പോഴല്ലേ ഫൈനൽ എക്സാം എഴുതിയത്? അതിനു മുമ്പ് പോവാന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് ഫെയിലായ അവിടെ നിന്ന് തിരിച്ചു വരുമോ? മാർക്ക് ഷീറ്റ് ഇല്ലാതെ അവിടെ ഒന്നും എടുക്കുകയില്ല. കോഴ്സ് ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രോജക്റ്റ് മുൻപേ തന്നെ തീർക്കണം. ഇൻ അറേഞ്ച്മെന്റ് വിത്ത് യൂണിവേഴ്സിറ്റി. സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. ആൻഡ് ഫെയിൽ ആകാൻ വഴിയില്ല. ഐ എം എക്സ്പെക്ടിങ് 99% മാർക്സ് ആവറേജ്. 3 years ഞാൻ തന്നെയാ ബോത്ത് ടോപ്പർ, സ്റ്റേറ്റ് ടോപ്പർ, നൗ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ. ബുദ്ധിജീവിയാ? ഒരാഴ്ച എന്ന് പറഞ്ഞ നെക്സ്റ്റ് സൺഡേ. തീർച്ചയായിട്ടും പോണോ അല്ലേ? എൻ്റെ ആംബിഷൻ അച്ഛൻ്റെ സ്വപ്നം. അതുമാത്രമല്ല, പഠിച്ചിട്ട് അവിടെ തന്നെ നിൽക്കണമെന്നാണ് പ്ലാൻ. ഓ, ബുദ്ധിശാലികളൊക്കെ അവിടെ തന്നെ പഠിച്ച് അവിടെ ജോലി ചെയ്ത് എങ്ങനെയാ? അവിടെ പഠിച്ച് അവിടെ ജോലി ചെയ്ത് അവിടെ ശമ്പളം വാങ്ങി അവിടെ ടാക്സ് കിട്ടും. ആ നാട് നന്നാവും. ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ടാക്സ് കിട്ടാലോ. നമ്മുടെ നാടൊന്നും നന്നാവട്ടെ. കൂടെ ഞാനും നന്നാവുമല്ലോ. അന്ന് തന്നെ ഈ കാര്യം എന്നോട് തുറന്ന് പറയായിരുന്നല്ലോ.
വെറുതെ 5 ദിവസം വേസ്റ്റ് ആവില്ലായിരുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ വന്നേനെ ഈ ഗിറ്റാറും കൊണ്ട്. ഹ്, അതാ പറയുന്നേ, ലവിൽ ഡീസൻസി ഒന്നും പറ്റില്ല. ഓ, ബട്ട് ഐ എം ഇൻ ലവ് വിത്ത് യു കംപ്ലീറ്റ്ലി. ഇനി എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിന്റെ കൂടെ തന്നെ ജീവിക്കണം. സോറി, വാട്ട് ഡു ഐ ഡു? കണ്ട ഉടനെ പ്രേമം തോന്നുന്നത് എങ്ങനെയാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. യു ഡോണ്ട് നോ മീ അറ്റ് ഓൾ. യു ആർ ജസ്റ്റ് അട്രാക്റ്റഡ് ടു മീ. അപ്പൊ ഇത് ലസ്റ്റ് അല്ലേ, നോട്ട് ലവ്. ഓ ചേച്ചേ. ഓക്കെ, സോ വി ലൈക്ക് ഈച്ച് അതർ ആൻഡ് I'll fall head over heels in love with you. അതിനുശേഷം അച്ഛനും അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. അച്ഛൻ ഷുഡ് ബി കൺവിൻസ്ഡ്. അച്ഛൻ ചോദിക്കും എന്ത് ജോലിയാണെന്നും ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നും നല്ല ചെറുക്കനാണോന്നും. ഇസ് ഇറ്റ് ഓൾ ലൈക്ക് ആൻ ഹാൻസം? ഒരുപാട് സമ്പാദിക്കുന്നുണ്ടോ? നിന്നെ നല്ലപോലെ നോക്കുമോ? നിനക്ക് വേണ്ടി ജീവൻ തന്നെ കളയാൻ തയ്യാറാണോ? ഓഫ് കോഴ്സ്. ശരി, സൂര്യ തന്നെയാണെന്ന് അച്ഛൻ പറയണം. നിന്റെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ? ഈ പെണ്ണ് തന്നെയാണെന്ന് നിന്റെ അമ്മയും പറയണ്ടേ? അമേരിക്കയിലെ ഏത് യൂണിവേഴ്സിറ്റി എന്നാ പറഞ്ഞേ? ബെർക്ലി, സാൻ ഫ്രാൻസിസ്കോ. സാൻ ഫ്രാൻസിസ്കോ. വരാം. What have you done to me? Surya. What have you done to me? What? I'm in love. It's a beautiful feeling. I'm in love with you, Surya. ഇനി എനിക്ക് നിന്റെ കൂടെ വേണം ജീവിക്കാൻ. എനിക്ക് നിന്നെ ഇഷ്ടമായി. എന്റെ അച്ഛനും നിന്നെ വളരെ ഇഷ്ടമാകും. എന്ത് ജോലിയാ, ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് അതൊന്നും ചോദിക്കുകയില്ല. നീ നല്ല പയ്യനാണെന്ന് അച്ഛനറിയാം. എന്നെ നന്നായിട്ട് നോക്കുന്ന അച്ഛനറിയാം. എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് അച്ഛനറിയാം. ശരി, സൂര്യ തന്നെയാണെന്ന് നിനക്കെന്ന് അച്ഛൻ പറയും. ഈ പെണ്ണാണ് നിന്റെ എന്ന് നിന്റെ അമ്മയും പറയുള്ളൂ അല്ലേ? അഴകുള്ള നീയും ഈ ബ്രിഡ്ജും അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. ഐ തിങ്ക് ദീസ് ആർ ബ്യൂട്ടിഫുൾ. ഇത് നിനക്ക് വേണ്ടിയാ. താങ്ക് യു. താങ്ക് യു. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരിക്കണമെന്നാണ് വിചാരിച്ചത്. പ്രിയ, നമുക്ക് പോവാം. സൂര്യ, യാ, ഐ എം ഇൻ ലവ് വിത്ത് യു. ഒരുപാട് നാളായി. നിനക്ക് 17, എനിക്ക് 15. അന്നു മുതൽ തുടങ്ങിയതാ. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായി കണ്ടത്. അന്ന് തൊട്ടേ തുടങ്ങിയതായിരിക്കാം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വിളിച്ചില്ല, വേണ്ട, പൊക്കോളൂ.
ഐ ഓൾവേസ് സ്പെൻഡ് ഇൻ ലവ് വിത്ത് യു സൂര്യ. കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, നീയും പ്രിയയും തമ്മിൽ. ഞാൻ പറയും ഫ്രണ്ട്സ് ആണെന്ന്. ഒരു പയ്യനും പെണ്ണും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ടിരിക്കാൻ പറ്റില്ലല്ലേ? ഞാൻ പ്രിയയോട് മറുപടി പറഞ്ഞില്ല. എനിക്ക് അവളോട് ശരിയെന്ന് പറയാനായില്ല.